ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന നാച്ചുറലായിട്ട് മുടി ഉറപ്പിക്കുന്ന ഡൈ ഒന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കി. അപ്പം എന്തുമാത്രം ഫലപ്രദമാണ് എന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഇന്നത്തെ സാഹചര്യത്തിൽ പലരുടെയും മുടി നേരത്തെ തന്നെ നരയ്ക്കാറുണ്ട്. അപ്പോൾ പലരും പലതരത്തിലുള്ള ഡൈ ഒക്കെ അപ്ലൈ ചെയ്ത് നോക്കാറുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണ് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻ്റായിട്ടുള്ള കാപ്പിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. രണ്ട് ടീസ്പൂണ് കാപ്പിപ്പൊടി എടുത്തു. അതിലേക്ക് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ആദ്യം 1 ടീസ്പൂൺ ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടാണ് അടുത്ത ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നത്. അപ്പോൾ കാപ്പിപ്പൊടി എടുക്കുമ്പോൾ വളരെ ഫൈനായിട്ടുള്ള കാപ്പിപ്പൊടി എടുക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കണോട് തന്നെ അവിടെ ചെയ്തു വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അങ്ങനെ മിക്സ് ചെയ്തെടുത്ത കോഫി പൗഡറും വെളിച്ചെണ്ണയുള്ള മിക്സിലേക്ക് 2 ടീസ്പൂണ് തൈരൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. സാധാരണ കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ആദ്യം അലർജിക്ക് റിയാക്ഷൻ ഉണ്ടായില്ലെങ്കിലും പിന്നീട് അത് ഇതിനകത്ത് അങ്ങനെ കണ്ടിന്യൂസ് യൂസ് ചെയ്ത് വരുമ്പം പലതരത്തിലുള്ള അലർജിക് റിയാക്ഷനൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു നാച്ചുറൽ ഹെയർ ഡൈ തന്നെയാണ് ഇത്. കാപ്പിപ്പൊടിയും വെളിച്ചെണ്ണയും തൈരിൻ്റെയൊക്കെ അളവ് നമുക്ക് കൂട്ടാവുന്നതാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഒട്ടും കട്ടയില്ലാതെ തൈരിൻ്റെ ആ ചെറിയൊരു കട്ടയില്ല അതുപോലും ഇല്ല, നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടിയത് ഇരുമ്പ് ആണികളാണ് വേണ്ടിയത്, ഇരുമ്പിൻ്റെ സാധനമാണ് വേണ്ടിയത്. ഇപ്പം ഞാനിവിടെ ഇരുമ്പിൻ്റെ തവ എടുത്തിട്ടുണ്ട്. ഇതധികം തുരുമ്പൊന്നും പിടിക്കാത്തതാണ്. അപ്പോൾ ആ തവയിലോട്ട് ഞാൻ നമ്മളുണ്ടാക്കിയ ആ കോഫി പൗഡറിൻ്റെ ആ മിക്സ്, തൈരോടുള്ള ആ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തൊന്ന് പരത്തി ആ തവയിലാക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ആണിയുടെ എടുത്തിട്ടുണ്ട്. ആണിയും ഇട്ട് കൊടുത്തിട്ട് അത് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അടച്ചു വെച്ച് കൊടുക്കണം. അത് നിർബന്ധമാണ്. അവിടെ ആ ഇരുമ്പും ആ കോഫി പൗഡറും ഇതെല്ലാം അവിടെ ചേർന്നിട്ട് ഒരു രാസപ്രവർത്തനം നടക്കണം. അത് ബ്ലാക്കായിട്ട് കിട്ടണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് അത് അടച്ചു വെക്കണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് 1 മണിക്കൂർ കഴിവതും 3/4 മണിക്കൂർ തൊട്ട് 1 മണിക്കൂറോളം ഇത് അടച്ച് മാറ്റി വെക്കണം. 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ഡൈ ഈ കളറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആണിയൊക്കെ ഒന്ന് മാറ്റി സൈഡിലോട്ട് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തെടുത്ത ആ ബൗളിലോട്ട് തന്നെ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബൗളിലോട്ട് എടുത്തു. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് 1 മണിക്കൂർ അങ്ങനെ തന്നെ വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിക്കളയാം. കഴുകിക്കളയുമ്പോൾ ചെമ്പരത്തി താളി ഉപയോഗിച്ച് നമുക്ക് ഇത് കഴുകിക്കളയാവുന്നതാണ്. ഇതിൽ നമ്മൾ ഓയിലും തൈരും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് വാഷ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ മുടി അങ്ങനെ ഡ്രൈ ആയി പോകത്തില്ല. നല്ല മോയ്സ്ചറായിട്ട് നല്ലതായിട്ട് തന്നെ ഇരിക്കും. നീലയമരി, നെല്ലിക്കപ്പൊടിയൊക്കെ വെച്ച് നമ്മൾ പലതരത്തിലുള്ള ഹെയർ ഡൈ ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ സമയമെടുത്താണ് നമുക്ക് ആ ഡൈ കിട്ടുകയുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ടൊരു റിസൾട്ട് കിട്ടാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡൈ ആണ്, നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ആണ്. അതുപോലെ തന്നെ കെമിക്കൽ ഡൈ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ
കണ്ടിന്യൂസ് ഇങ്ങനെ യൂസ് ചെയ്ത് വന്നവരാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ആ കളറ് പിടിച്ച് കിട്ടണമെന്നില്ല. അത് കണ്ടിന്യൂസ് ഇങ്ങനെ ഉപയോഗിച്ച് വന്നാലേ ആ നല്ല ഒരു കളറിലോട്ട് അവർക്ക് കിട്ടുകയുള്ളൂ. ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ മുടിക്കൊരു കളർ കിട്ടും. ആ കളറ് ഒരു 6-7 വാഷ് വരെ തന്നെ നിലനിൽക്കും. അത് കഴിഞ്ഞ് ഫെയ്ഡാവും. അപ്പോൾ വീണ്ടും നമുക്കിത് ഉപയോഗിക്കാം. അങ്ങനെ റെഗുലറായിട്ട് ഉപയോഗിച്ച് നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. വളരെ നാച്ചുറലായിട്ട് തന്നെ വീട്ടിൽ ഫലപ്രദമായിട്ട് തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. നമ്മൾ എടുക്കുന്ന തവയിൽ എന്തുമാത്രം തുരുമ്പുണ്ട് അതനുസരിച്ചായിരിക്കും നമ്മുടെ ഡൈക്ക് കളർ കിട്ടുന്നത്. ആ കളറായിരിക്കും നമ്മുടെ മുടിയിലും പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നല്ല തുരുമ്പുള്ള തവ വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഡൈക്ക് നല്ല കളർ കിട്ടും. അതനുസരിച്ച് നമ്മുടെ മുടിക്കും നല്ല കളർ കിട്ടും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു 100% റിസൾട്ട് വരുന്ന ഒരു നാച്ചുറൽ ഹെയർ ഡൈ തന്നെയാണ്. നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കാവുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തപ്പോൾ മനസ്സിലായത് നമ്മൾ എടുക്കുന്ന തവയിൽ എന്തുമാത്രം തുരുമ്പുണ്ട് അതനുസരിച്ചായിരിക്കും ഈ നമ്മൾ എടുക്കുന്ന ഉണ്ടാക്കി എടുക്കുന്ന ആ ഡൈക്ക് കളർ കിട്ടുന്നത്. അതനുസരിച്ചായിരിക്കും മുടിയിലും ആ കളർ പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല തുരുമ്പുള്ള തവ വേണം എടുക്കാനായിട്ട്. പിന്നെ ഹെയർ ഡൈക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തവ എടുക്കുമ്പോൾ നമ്മൾ അതിനായിട്ട് തന്നെ ആ തവ മാറ്റി വെക്കണം. നമ്മൾ പിന്നെ കുക്കിങ്ങിനായിട്ട് എടുക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സിനും. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കണോട് എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോകരുത്. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.